ഡൽഹിയിൽ ചില ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പുതിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. നമുക്കറിയാം, പുതിയ കാര്യമെന്ന് ഞാൻ പറയാൻ കാരണം ഇന്നും ഇനി വരാൻ പോകുന്ന ഒരാഴ്ചയും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം കെജ്രിവാൾ മാർച്ച് 21 മുതൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലാണ്. അദ്ദേഹം ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണത്തിലാണ് അദ്ദേഹം ജയിലിലായിരിക്കുന്നത്. കോടതി ഏതാണ്ട് ഇടക്കാല ജാമ്യം അനുവദിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ ഏതാണ്ട് ഇന്നലത്തെ വിധിയിൽ സുപ്രീം കോടതി അത് വ്യക്തമായി കഴിഞ്ഞു. അവർ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് 5 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ്. അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ പരിഗണന നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അദ്ദേഹത്തെ ആ പശ്ചാത്തലത്തിൽ ഇഡിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ വളരെ വലിയ ശക്തമായ വാദം ഉന്നയിച്ചു. അവർ പറഞ്ഞത് അങ്ങനെയെങ്കിൽ കർഷക സമരം നടത്തി ജയിലിലായിട്ടുള്ള കർഷകരെയും ഈ വിളവെടുപ്പ് സമയത്ത് പുറത്തേക്ക് വിടണമല്ലോ, അവർക്കും അത് ബാധകമാണല്ലോ എന്നുള്ള തരത്തിൽ പറഞ്ഞത് അങ്ങനെയല്ല, അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല. അരവിന്ദ് കെജ്രിവാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, സ്ഥിരമായി കുറ്റം ചെയ്യുന്ന ആളല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കുറെ കൂടി വിശാലമായി കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ, ഡൽഹി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് 6 മാസം കൂടുമ്പോഴുള്ള വിളവെടുപ്പ് പോലെ അല്ല എന്നും, ആ 5 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നുള്ള ഒരു അപൂർവത ഉണ്ടെന്നും, അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നതിന് പരിഗണിക്കണം എന്നും, എന്നാൽ ചില ഉപാധികളും കോടതികൾ മുന്നോട്ട് വെക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ഫയലുകളിൽ അദ്ദേഹം ഒപ്പുവെക്കാൻ പാടില്ല എന്നുള്ള കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നതുമായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെ ആ വിധി വന്നേക്കാം, ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും ആ വിധി വരിക. എന്തായാലും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ അദ്ദേഹത്തിന്റെ ജാമ്യം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ജാമ്യം അനുവദിക്കപ്പെട്ടാൽ ഡൽഹി രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം പ്രചരണ രംഗത്തെത്തിയാൽ ബി.ജെ.പിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കരുതുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം, ഡൽഹിയുടെ ഒരു പശ്ചാത്തലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കുറെ കൂടി മാറി ചിന്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡൽഹിയിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി നേരത്തെ നിലനിർത്തിയ 7 സീറ്റുകളാണ് ഡൽഹിയിൽ പൊതുവായിട്ട് ലോക്സഭയിലേക്കുള്ളത്. ആ സീറ്റുകൾ നിലനിർത്താൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പക്ഷെ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഡൽഹിയിൽ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ സഖ്യത്തിനാണെങ്കിലും അവിടെയും ചില പ്രശ്നങ്ങൾ ഉരുത്തിരിച്ചു വന്നിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യം തന്നെ കോൺഗ്രസിന് അവിടെ തലവേദനയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കനയ്യകുമാറിനും അതുപോലെ തന്നെ ഉദിത്തിനും രണ്ടുപേർക്കും സീറ്റ് 2 സ്ഥലങ്ങളിൽ കൊടുത്തത്, അതും പാർട്ടിക്കിടയിൽ, അതായത് ബി.ജെ.പിയിലെ സാധാരണ ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഡൽഹിയിൽ പ്രദേശത്തെ സാധാരണ ജനങ്ങളുമായി ബന്ധമില്ലാത്ത 2 പേരെ അവിടെ മത്സരിപ്പിക്കുന്നത് വലിയ വലിയ വിമർശനങ്ങൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഡൽഹിയിൽ കോൺഗ്രസ് പാർട്ടിയും വലിയ വലിയ വിവാദങ്ങളിലും പ്രശ്നങ്ങളിലുമാണ്. അവിടെയും അവർക്ക് പാർട്ടി, ഇപ്പം കോൺഗ്രസ് PCC അധ്യക്ഷൻ, അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി, പ്രദേശ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രാജിവെച്ചിരിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഉയർത്തിക്കാട്ടിയ പല സ്ഥാനാർത്ഥികളെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ കോൺഗ്രസ് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ അഭിപ്രായം പറഞ്ഞത്, കോൺഗ്രസിനെതിരെ നേരിട്ട് അഴിമതി തെറ്റായി ആരോപിച്ച ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ട് അദ്ദേഹം വിലക്കി എന്നുള്ളതാണ്. ഇത് രണ്ടും നടക്കാത്തതുകൊണ്ട്, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസിനുള്ളിൽ ഡൽഹിയിൽ ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു, അല്ലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആം ആദ്മി പാർട്ടിയിൽ ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അനുകൂലമായി കോടതി വിധിക്കുന്നത് നാളെ ഒരുപക്ഷെ വലിയ അനുകൂല വോട്ടായി മാറും എന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു വലിയ ഘടകമാണെന്നും കരുതുന്നില്ല. തീർച്ചയായിട്ടും ഡൽഹിയുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി വന്നേക്കാം, എങ്കിലും അതിനേക്കാൾ ബി.ജെ.പിയേക്കാൾ വലിയ വെല്ലുവിളി, അല്ലെങ്കിൽ ഈ വിഷയം ഉയർത്തുന്ന വലിയ വെല്ലുവിളിയേക്കാൾ വലിയ വെല്ലുവിളി കോൺഗ്രസ് ഡൽഹിയിൽ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് വിഷയങ്ങൾ. ഒന്ന്, ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ശക്തമായ കൂട്ടുകെട്ട് കോൺഗ്രസിന് അവിടെ സഖ്യം ഉണ്ടായെങ്കിലും അത് വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്നു. 2, മണ്ഡലത്തിൽ സുപരിചിതരല്ലാത്ത പല സ്ഥാനാർത്ഥികളെയും ബി.ജെ.പി പ്ലേസ് ചെയ്തു. ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, കനയ്യകുമാറിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ പ്ലേസ് ചെയ്തു. അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അതിനോട് നീരസം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും ഉദാഹരണമായും പറഞ്ഞത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സ്ഥാനം തന്നെ രാജിവെച്ച് കൊണ്ടുള്ള പ്രഖ്യാപനമാണ്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഡൽഹിയിൽ ഏതാണ്ട് ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാലും ഈ കെജ്രിവാളിനെതിരെ തുടർച്ചയായിട്ട്
ഈ BJP ഇപ്പൊ വീണ്ടും അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഒരു വലിയ വാർത്ത, ഒരു NIA അദ്ദേഹത്തിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ശുപാർശ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം സിഖ് ഭീകരന്മാരുമായി ചേർന്ന് അല്ലെങ്കിൽ സിഖ് ഭീകരവാദികൾ ചിലരുമായി ഇദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള സിഖ് ഭീകരവാദികൾക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഇദ്ദേഹം സഹായിച്ചിട്ടുണ്ടെന്നും അതിന് പകരമായി അദ്ദേഹം ഡോളർ തുക കൈപ്പറ്റി എന്നും വലിയ തുക കൈപ്പറ്റിയുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടും ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ എപ്പോഴും ശരിയാണോ നിർബന്ധമല്ല. ഒരുപക്ഷെ ഡൽഹി മദ്യ നയ കേസിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നെങ്കിലും എല്ലാ അഴിമതി ആരോപണങ്ങളും തുടർച്ചയായി വരുമ്പോൾ അതിനെ എത്ര കണ്ട് അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പകപോക്കൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരുപക്ഷെ BJP ഡൽഹിയിൽ പകപോക്കുകയാണെന്നുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും പല ഭാഗത്തു നിന്നും ഉയരുന്നു. അത് കെജ്രിവാളിനെതിരെ പകപോക്കുകയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല എന്ന് BJP ഉറച്ച് ആർഗ്യൂ ചെയ്യുന്നു. കാരണം തെളിവ് സഹിതം പല ഇപ്പൊ തുടർച്ചയായിട്ട് വീണ്ടും ആരോപണം വരുന്നത് ഒരുപക്ഷെ BJPയുടെ ആ വാദത്തെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡൽഹിയിൽ ഈ ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാൽ, ഒരുപക്ഷെ കെജ്രിവാളിന് ജാമ്യം കിട്ടിയാൽ അദ്ദേഹം തന്നെ മനഃപൂർവ്വം ജയിലിൽ അടയ്ക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാണിക്കും. കാരണം കോടതിയിൽ തന്നെ അത് സംബന്ധിച്ചുള്ള വാദങ്ങൾ ഉയർന്നിരുന്നു. കോടതിയിൽ വാദം വന്നപ്പോൾ ED പറഞ്ഞത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കരുത് എന്നുള്ള തരത്തിലാണ് EDയുടെ വക്കീൽ പറഞ്ഞത്. അതിന് കാരണമായി അവർ പറഞ്ഞത് കർഷകർക്ക് തീർച്ചയായിട്ടും ജാമ്യം അനുവദിക്കുന്നില്ലോ വിളവെടുപ്പ് സമയത്ത് എന്നുള്ള വാദമാണ്. എന്നാൽ വളരെ ശക്തമായിട്ട് നിശിതമായി സുപ്രീം കോടതിയിലെ അഭിഭാഷകർ അതിനെ വിമർശിച്ചു. അവർ പറഞ്ഞത് ഡൽഹി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു, എന്തുകൊണ്ട് ഇത്രയും നാൾ താമസിച്ചു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എന്നുള്ള ഒരു ചോദ്യം കൂടി കോടതി ചോദിച്ചു. കാരണം ഇത് പകപോക്കൽ രാഷ്ട്രീയമല്ല എന്ന് വാദിച്ചപ്പോഴാണ് ED വാദിച്ചപ്പോഴാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ 2022 മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ പങ്ക് ED ശ്രദ്ധയിൽപ്പെട്ടതാണ്, EDയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്നിട്ടും അതിൽ കൃത്യമായ അന്വേഷണം നടത്താതെ ഇത്രയും നാൾ നീട്ടിക്കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ചോദിച്ചു. അത് മാത്രമല്ല 7-8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നുവെങ്കിലും അറസ്റ്റ് എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ള കാര്യവും കോടതി ചോദിച്ചു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഒരുപക്ഷെ ഒരു പകപോക്കൽ രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ ഈ മെല്ലെപ്പോക്ക് നയം, കെജ്രിവാളിനെതിരെയുള്ള അന്വേഷണത്തിന്റെ മെല്ലെപ്പോക്കും താമസിച്ചുള്ള അറസ്റ്റും തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഈ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഒരു വലിയ വിഷയമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ കാണുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അഡ്വക്കേറ്റും ഈ വാദം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായി വാദിച്ചവർ ഈ വാദം തന്നെയായിട്ട് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് എതിരെയുള്ള അന്വേഷണം വളരെ താമസിപ്പിച്ചതും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് താമസിച്ച് അറസ്റ്റ് ചെയ്തും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം അറസ്റ്റ് ചെയ്തും ഒരുപക്ഷെ നേരിയ തരത്തിലുള്ള ഒരു മുൻതൂക്കം ചില കാര്യങ്ങളിൽ, തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള ഇമേജിനെ സംബന്ധിച്ചിടത്തോളം നൽകാമെങ്കിലും സീറ്റുകളിൽ അത് പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനടിസ്ഥാനപരമായി ഞാൻ പറയുന്നത് മുമ്പ് കണ്ടിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ കോൺഗ്രസ് വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നു. ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സഖ്യം ഒരുപക്ഷെ കോൺഗ്രസിന് ധാരാളം എതിർപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാർട്ടിയിൽ തന്നെ ധാരാളം അപശബ്ദങ്ങൾ ഉണ്ടാകുന്നു. മണ്ഡലവുമായി ബന്ധമില്ലാത്ത ആളുകളെ മത്സരിപ്പിക്കുന്നതായിട്ടുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരുപക്ഷെ ഡൽഹിയിൽ നോട്ടം കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും കൊയ്യുക എന്നുള്ളത് അത്ര വലിയ എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മോദിയുടെ ഒരു നേട്ടം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ദേശീയ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ തീർച്ചയായിട്ടും ജമ്മു വിഷയങ്ങളും അതുപോലെ തന്നെ അയോധ്യ പ്രശ്നങ്ങളും ഒക്കെ BJP വോട്ടാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ BJPക്ക് കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. അതിനെ മറികടക്കുവാൻ എത്രത്തോളം അവർക്ക് കഴിയുന്നു എന്നതിലാണ് ഒരുപക്ഷെ മോദിയെ ചെറുക്കുവാനുള്ള ഇന്ത്യ മുന്നണിയുടെ ശക്തി ഡൽഹിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നിലനിർത്തിയ അതേ സീറ്റുകൾ നിലനിർത്താൻ തന്നെയാണ് അവർ പരിശ്രമിക്കുന്നത്. BJPക്ക് വലിയ കാര്യമായ നേട്ടങ്ങൾ എന്ത് വന്നാലും ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല.